Hi all, welcome to Magical Mentor. Today we are moving to the lecture 3 of Power Electronics. In this video, we will be discussing the thyristor family, silicon control rectifier, modes of operation, static VI characteristics and holding and latching currents. നമുക്ക് thyristor family എന്താണെന്ന് നോക്കാം. Thyristor family എന്ന് പറഞ്ഞാൽ ഈ P type semiconductor, N type semiconductor ഒക്കെ നമുക്കറിയാം. ഈ PN ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന 4 ലെയർ ഡിവൈസസിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ തൈറിസ്റ്റർ ഫാമിലി എന്ന് വിളിക്കുന്നത്. ഇതിൽ പല മെമ്പേഴ്സ് ഉണ്ട്. ഡയാക്, ട്രയാക്, SCR, GTO അങ്ങനെ പല മെമ്പേഴ്സ് ഉണ്ട്. ഇതിൽ SCR അല്ലെങ്കിൽ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ആണ് മോസ്റ്റ്ലി യൂസ്ഡ് മെമ്പർ ഓഫ് തൈറിസ്റ്റർ ഫാമിലി. അതുകൊണ്ട് തന്നെ തൈറിസ്റ്റർ എന്ന് നമ്മൾ നോർമലി പറയുന്നത് SCR-നെ തന്നെയാണ്. ഈ SCR നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് നോക്കാം. സോ SCR ഒരു 4 ലെയർ ഡിവൈസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിലെ 4 ലെയേഴ്സ് നമുക്ക് ഏതാന്ന് നോക്കാം. ഫസ്റ്റ് ലെയർ ഈസ് P, then N minus, P, N plus. അതുപോലെ തന്നെ ഇതിന് 3 ടെർമിനൽസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ആനോഡ്, കാഥോഡ് ആൻഡ് ഗേറ്റ്. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് സിമ്പിൾ ഓഫ് SCR ആണ്. ഇതിൽ 3 ടെർമിനൽസ് നമുക്ക് കാണിക്കാം, A, K ആൻഡ് G. Okay, this is a unidirectional device. SCR is a unidirectional device. Unidirectional device എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഒരു ഡയറക്ഷനിലേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. That is from anode to cathode. ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. So it is a unidirectional device. And also it is bipolar device. Bipolar device എന്ന് വെച്ചാൽ നമ്മൾ വോൾട്ടേജിന്റെ രണ്ട് പൊളാരിറ്റീസിനെയും SCR-നെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ സ്വിച്ച് ആരോ വരയ്ക്കുകയാണെങ്കിൽ it can conduct only in one direction. അതായത് പോസിറ്റീവ് കറണ്ടിനെ മാത്രമേ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. It can block positive and negative voltages. അപ്പോൾ ഇതിന്റെ സേഫ് ഓപ്പറേറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെ വരും. ഇനി ഇതിൽ 4 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ പ്ലസും മൈനസും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡോപ്പിംഗ് ലെവൽ ആണ്. N പ്ലസ് ആണ് ഹെവിലി ഡോപ്ഡ്. അതുപോലെ തന്നെ N പ്ലസ് തന്നെയാണ് തിൻ ലെയർ, തിന്നസ്റ്റ് ലെയർ. അതുപോലെ തന്നെ N മൈനസ് ആണ് ലൈറ്റ്ലി ഡോപ്ഡ്. N മൈനസ് തന്നെയാണ് തിക്കസ്റ്റ് ലെയർ. ഈ P ലെയേഴ്സിന്റെ ഡോപ്പിംഗ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഓഫ് N പ്ലസ് ആൻഡ് N മൈനസ്. അതുപോലെ തന്നെ അതിന്റെ വിഡ്ത്തും മോഡറേറ്റ് വിഡ്ത്ത് ആണ്. ഇനി SCR is a സെമി കൺട്രോൾഡ് ഡിവൈസ്. ഒരു സെമി കൺട്രോൾഡ് ഡിവൈസ് ആണ് SCR. നമ്മൾ കേട്ടിട്ടുണ്ട് ഡയോഡ് ഒക്കെ അൺകൺട്രോൾഡ് ഡിവൈസ് ആണെന്ന് നമുക്കറിയാം. അതായത് ഡയോഡിനെ നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കുക എന്നതും നമ്മുടെ കയ്യിലല്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലൈൻ വോൾട്ടേജ്. അതുപോലെ തന്നെ SCR-ന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൺ ആകുന്നത് എപ്പോഴാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് എപ്പോഴാണോ നമ്മൾ ഗേറ്റ് കറണ്ട് കൊടുക്കുന്നത്, IG ഗേറ്റ് കറണ്ട്, ഈ ടെർമിനലിലൂടെ കറണ്ട് കൊടുക്കുന്നത്, അപ്പോഴാണ് SCR ഓൺ ആവുന്നത്. ഈ ഓൺ മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിന്റെ ഓഫ് സ്റ്റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് ലൈൻ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ഈ SCR-ന്റെ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഈ SCR 3 മോഡ്സിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്, സെക്കൻഡ് വൺ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, തേർഡ് വൺ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. ഫസ്റ്റ് നമുക്ക് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിലെ 3 ടെർമിനൽസ് നമുക്ക് ആദ്യമേ എഴുതാം, ആനോഡ്, കാഥോഡ്, ഗേറ്റ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. അതായത് ഈ P സൈഡ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. N സൈഡ് കണക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടായിരിക്കും. ഇതാണ് ഇൻപുട്ട് വോൾട്ടേജ്. റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ IG ഗേറ്റ് കറണ്ട് 0 ആയിരിക്കും. ഇത് ബ്ലോക്കിംഗ് മോഡാണ്. സോ കറണ്ട്
ഫ്ലോ ചെയ്യില്ല. നോർമൽ കേസിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇനി ഇതിന് 3 ജംഗ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിന് 3 ജംഗ്ഷൻസ് ഉള്ളതായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ജംഗ്ഷൻ ബിറ്റ്വീൻ P ആൻഡ് N മൈനസ് J1. അതുപോലെ തന്നെ ബിറ്റ്വീൻ N മൈനസ് ആൻഡ് P ജംഗ്ഷൻ J2 ആൻഡ് ബിറ്റ്വീൻ P ആൻഡ് N പ്ലസ് ജംഗ്ഷൻ J3. 3 ജംഗ്ഷൻസ് ആണ് ഈ SCRനുള്ളത്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ ഇതിനെ ബയസ് ചെയ്തു. ഇനി നമുക്ക് ഈ J1, J2, J3 അതിനെ ഒരു സർക്യൂട്ട് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ഈ കേസിൽ നോക്കി വി ഇൻ ഇങ്ങനെ പൊളാരിറ്റി കൊടുത്താൽ ജംഗ്ഷൻ J1 ഫോർവേഡ് ബൈസ്ഡ് ആണോ റിവേഴ്സ് ബൈസ് ആണോ? ദിസ് നെഗറ്റീവ് ഈസ് കണക്റ്റഡ് ടു P. അതുകൊണ്ട് ജംഗ്ഷൻ J1 വിൽ ബി റിവേഴ്സ് ബൈസ്ഡ്. ജംഗ്ഷൻ J1നെ നമുക്ക് റിവേഴ്സ് ബൈസ് ആയതുകൊണ്ട് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് കാണിക്കാം. ജംഗ്ഷൻ J2 എങ്ങനെയായിരിക്കും? ജംഗ്ഷൻ J2 ബിറ്റ്വീൻ N മൈനസ് ആൻഡ് P. ഈ നെഗറ്റീവ് സൈഡ് N മൈനസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ജംഗ്ഷൻ J2 വിൽ ബി ഫോർവേഡ് ബൈസ്. അതിനെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കാണിക്കാം. അതുപോലെ തന്നെ ജംഗ്ഷൻ J3 എങ്ങനെയാണ്? ജംഗ്ഷൻ J3 നമുക്ക് നോക്കുകയാണെങ്കിൽ അത് റിവേഴ്സ് ബൈസ്ഡ് ആണെന്ന് കാണാം. സോ ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സർക്യൂട്ട്. ഇനി നമ്മുടെ ഈ വി ഇൻ വോൾട്ടേജ് നമുക്ക് വേരി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഇത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. അതായത് VAK നെഗറ്റീവ് വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ IG ഈക്വൽ ടു 0 ആണ്. നമ്മൾ VAK നെഗറ്റീവ് വോൾട്ടേജ് 0 ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ 0 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ 0 വോൾട്ടേജ് 0 കറണ്ട് ഇതാണ്. ഇവിടുന്ന് നെഗറ്റീവ് സൈഡിൽ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഇതാണ് വോൾട്ടേജ് ആക്സിസ്. നെഗറ്റീവ് ഡയറക്ഷനിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ്. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ ജംഗ്ഷൻ J3 ബ്രേക്ക് ഡൗൺ ആയി ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. കാരണം N പ്ലസ് എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആണ്. N പ്ലസ് ഹെവിലി ഡോപ്ഡ് ആയത് കാരണം അതിന് ലോ വോൾട്ടേജ് കപ്പാസിറ്റി ആയിരിക്കും, വോൾട്ടേജ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ആയിരിക്കും ഉള്ളത്. ചെറിയ വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ ആ ജംഗ്ഷൻ J3 ബ്രേക്ക് ഡൗൺ ആവും, അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താണ്, ഈ ഫുൾ വോൾട്ടേജ് ജംഗ്ഷൻ J1 അക്രോസ് വരും. പിന്നെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് V ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക. ഇൻക്രീസ് ചെയ്ത് ഈ VBR എന്ന വോൾട്ടേജ് അല്ലെങ്കിൽ റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ കൂടുതലാകുവാണെങ്കിൽ ജംഗ്ഷൻ J1 ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, ഈ രണ്ട് ജംഗ്ഷനും ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇത് റിവേഴ്സ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. റിവേഴ്സ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ആയെന്ന് നമുക്ക് പറയാം. സോ ആ ബ്രേക്ക് ഡൗൺ ആവുന്ന കണ്ടീഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് ഒരു കറണ്ട് ഫ്ലോ ഇവിടെ കാണാൻ പറ്റും. ഈ VBRൽ കൂടുതൽ വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്താൽ ഈ ഡയറക്ഷനിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുക. അതുവരെ കറണ്ട് ഒരു ലോവർ വാല്യൂ അല്ലെങ്കിൽ റിവേഴ്സ് ലീക്കേജ് കറണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ VBRൽ കൂടുതലായ റിവേഴ്സ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ദിസ് ഈസ് സിമിലർ ടു എ ഡയോഡ്. നമുക്കറിയാം ഡയോഡിന്റെ റിവേഴ്സ് ബയസ്. ഡയോഡിന്റെ റിവേഴ്സ് ബയസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇതുപോലെ തന്നെയാണ്. സോ ദിസ് ഈസ് സിമിലർ ടു എ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് അടുത്ത മോഡ് ഓഫ് ഓപ്പറേഷൻ നോക്കാം. നെക്സ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡാണ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർവേഡ് ബയസ് ആണ് ഈ SCRന് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ടെർമിനൽസ് കാണിക്കുവാണെങ്കിൽ ഗേറ്റ്, കാത്തോഡ്, ആനോഡ്. ഇനി ആനോഡ്, കാത്തോഡ്, ഗേറ്റ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് ആയത് കാരണം ഫോർവേഡ് ബയസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ P കണക്റ്റഡ് ടു പോസിറ്റീവ് സൈഡ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് Vin. അതുപോലെ തന്നെ N പ്ലസ് കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് സൈഡിലേക്കാണ്, നെഗറ്റീവ് പൊളാരിറ്റിയിലേക്കാണ് N പ്ലസ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഫോർവേഡ് ബയസ്ഡ് ആണ്. അതുപോലെ തന്നെ IG 0 ആണ്. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, VAK പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്, IG ഈക്വൽ ടു 0 ആണ്. ഈ കേസിൽ നമ്മൾ സർക്യൂട്ട് പോലെ വരയ്ക്കുവാണെങ്കിൽ ജംഗ്ഷൻ J1, J2, J3നെ നമുക്ക് എങ്ങനെ കാണിക്കാം? ജംഗ്ഷൻ J1 എടുക്കുക. അത് ഫോർവേഡ് ബൈസ്ഡ് ആണോ റിവേഴ്സ് ബൈസ്ഡ് ആണോ? ഇറ്റ് ഈസ് ഫോർവേഡ് ബൈസ്ഡ്. കാരണം P കണക്റ്റഡ് ടു പോസിറ്റീവ് അല്ലേ. അപ്പൊ ജംഗ്ഷൻ J1 എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബൈസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കാണിക്കാം. ജംഗ്ഷൻ J2 നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി റിവേഴ്സ് ബൈസ്ഡ്. N P ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ജംഗ്ഷൻ J3 എങ്ങനെയാണ്? ജംഗ്ഷൻ J2 വിൽ ബി റിവേഴ്സ് ബൈസ്ഡ്. അതുപോലെ തന്നെ ജംഗ്ഷൻ J3 വിൽ ബി ഫോർവേഡ് ബൈസ്ഡ്. അപ്പൊ നമ്മുടെ സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ ദാ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ Vin വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കാം.
ഈ വി ഇൻ വോൾട്ടേജ് ഇപ്പൊ ഇത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലാണ്, അതായത് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. കറണ്ട് ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാവും, എന്നാലും ഫോർവേഡ് ഡയറക്ഷനിൽ ആനോഡ് കറണ്ട് വരുന്നില്ല. സോ ഇറ്റ് വിൽ ബി ബ്ലോക്കിംഗ് ബട്ട് ഫോർവേഡ് ബൈസ്ഡ്. ഇനി നമ്മൾ വോൾട്ടേജ് വി ഇൻ കൂട്ടുകയാണ്. കൂട്ടി നമ്മൾ അതിന് വി ബി ഒ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിൽ കൂടുതൽ അപ്ലൈ ചെയ്യുന്നു വിചാരിക്കുക. നമ്മൾ ഈ വോൾട്ടേജ് എങ്ങനെയാണ് കൂട്ടുന്നത്? ഇപ്പൊ 0 വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. പോസിറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ വോൾട്ടേജ് കൂട്ടാണ്. അപ്പൊ കറണ്ട് റൈസ് ചെയ്യുന്നില്ല. ഈ കേസിലൊക്കെ കറണ്ട് ചെറിയ കറണ്ടേ ഉള്ളൂ, അല്ലെ? വൈ ഡയറക്ഷണൽ റൈസ് ഒന്നുമില്ല. പക്ഷെ വി ബി ഒ എന്ന് പറഞ്ഞ വോൾട്ടേജ് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വി ബി ഒ എത്തിക്കഴിഞ്ഞാൽ ജംഗ്ഷൻ J2 വിൽ ബ്രേക്ക് ഡൗൺ. വി ബി ഒയിൽ കൂടുതലായാൽ ജംഗ്ഷൻ J2 ബ്രേക്ക് ചെയ്യും. ഇനി ഇത് നെക്സ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റിലേക്ക് മാറും. ഈ വി ബി ഒ എന്ന വോൾട്ടേജിൽ കൂടുതൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് വി എ കെ എന്ന് പറഞ്ഞ ആനോഡ് കാഥോഡ് വോൾട്ടേജ് കൂട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ മൂവ് ടു ഫോർവേഡ് കണ്ടക്ഷൻ സ്റ്റേറ്റ്. ഫോർവേഡ് കണ്ടക്ഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. അതായത് ഈ ഗ്രാഫ്, ഈ ലൈൻ ആണ് ഫോർവേഡ് കണ്ടക്ഷൻ സ്റ്റേറ്റ്. അതായത് വോൾട്ടേജ് കുറയും. കണ്ടക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? സ്വിച്ചിന്റെ വോൾട്ടേജ് കുറഞ്ഞിട്ട് കറണ്ട് കൂടും. അതാണ് ഈ ക്യാര, ദാറ്റ് ഈസ് ഫോർവേഡ് കണ്ടക്ഷൻ അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റ്. ഓൺ സ്റ്റേറ്റ് ആണ് ഇത്. സോ ഈ വി ബി ഒന് മുകളിലേക്ക് ഈ വോൾട്ടേജ് കൂട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സേഫ് ഓപ്പറേറ്റിംഗ് മെത്തേഡ് അല്ല. ബിക്കോസ് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ SCRന് അത് പ്രശ്നമാണ്. സോ നമ്മൾ നോർമലി ഇങ്ങനെ കണ്ടക്ഷൻ മോഡിലേക്ക് ഒരു SCRനെ കൊണ്ടുവരാറില്ല. We operate at a lower voltage than forward breakover voltage. ഓക്കെ, ഇനി നമുക്ക് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് എങ്ങനെയാണ് അറ്റൈൻ ചെയ്യുന്നത് നോക്കാം. ഫോർവേഡ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഐദർ വി അപ്ലൈ ആൻ ഇൻപുട്ട് വോൾട്ടേജ് ബിയോണ്ട് വി ബി ഒ. ഒന്നുകിൽ വി ബി ഒയിൽ കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഗേറ്റ് കറണ്ട് അപ്ലൈ ചെയ്യുക. നമുക്ക് എന്താണെന്ന് നോക്കാം. സോ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയസ് തന്നെ ആയിരിക്കും. ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? N plus connected to negative of the input voltage and P connected to positive. അപ്പോൾ ഇതാണ് നമ്മുടെ വി ഇൻ. ഇത് നമ്മുടെ ആനോഡ്, കാഥോഡ് ആൻഡ് ഗേറ്റ്. അതുപോലെ തന്നെ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ എന്തായിരിക്കും? ഗേറ്റ് കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്യും. IG എന്ന ഗേറ്റ് കറണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ വി എ കെ എന്ന് പറയുന്ന വോൾട്ടേജ് വിൽ ബി പോസിറ്റീവ്. അതുപോലെ തന്നെ IG നോട്ട് ഈക്വൽ ടു 0, IG എന്ന കറണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ അതിന്റെ സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ ജംഗ്ഷൻ J1 വിൽ ബി ഫോർവേഡ് ബയസ്, J2 വിൽ ബി റിവേഴ്സ് ബയസ് ആൻഡ് J3 വിൽ ബി എന്താണ്? ഫോർവേഡ് ബയസ്ഡ്, അല്ലേ? നമുക്ക് ആ പൊളാരിറ്റി വെച്ച് ചെക്ക് ചെയ്താൽ നമുക്കത് മനസ്സിലാവും. ഇനി ഒന്നുകിൽ ഈ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് വി ബി ഒനേക്കാൾ കൂട്ടിയാൽ ജംഗ്ഷൻ J2 ബ്രേക്ക് ഡൗൺ ആയി ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് മാറും. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? കറണ്ട് IG അപ്ലൈ ചെയ്യാം. IG അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ജംഗ്ഷൻ J2യിലെ ഡിപ്ലീഷൻ വിഡ്ത്ത് കുറഞ്ഞ് ആ ജംഗ്ഷൻ J2 ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെ ജംഗ്ഷൻ J2 കണ്ടക്ട് ചെയ്യും. ഓക്കെ, സോ that is how this SCR will move to forward conduction അല്ലെങ്കിൽ on state. ഇനി നമ്മൾ ഹയർ കറണ്ട് ആണ് അപ്ലൈ ചെയ്തതെന്ന് അസ്യൂം ചെയ്യുക. അതായത് ഫസ്റ്റിലെ നമ്മൾ IG1 അപ്ലൈ ചെയ്തു. IG1 അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഹയർ വോൾട്ടേജിലാണ് ഇത് ഫോർവേഡ് കണ്ടക്ഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നത്. നമുക്കത് നോക്കാം. VBO എടുത്താൽ ഇത്രയും വോൾട്ടേജ് ആകുമ്പോഴത്തേക്കും ആണ് അത് ഫോർവേഡ് കണ്ടക്ഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നത്. നമ്മൾ IG1 കൊടുത്താൽ ആ വോൾട്ടേജിന് മുമ്പേ ഈ SCR ഫോർവേഡ് കണ്ടക്ഷൻ സ്റ്റേറ്റിലേക്ക് പോകും. ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് ഇവിടുന്ന് ഒരു ഷിഫ്റ്റ് ആണ്. അതായത് കണ്ടക്ഷൻ ഓൺ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും വോൾട്ടേജ് സഡൻ ആയിട്ട് കുറഞ്ഞിട്ട് കറണ്ട് കൂടുന്നതാണ് ചെയ്യുന്നത്. അത് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ്, ആ ഷിഫ്റ്റ് ആണ് ഈ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി IG2 ഒരു ഹയർ കറണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ലെസ്സർ വോൾട്ടേജിൽ തന്നെ അത് ഓൺ സ്റ്റേറ്റിലേക്ക് മാറും. അതുപോലെ തന്നെ IG3 അതിനേക്കാളും ഒരു ഗ്രേറ്റർ കറണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഈവൻ ലെസ്സർ വോൾട്ടേജിൽ കണ്ടക്ഷൻ സ്റ്റേറ്റിലേക്ക് മാറും. അതാണ് ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഗ്രാഫ് ഇസ് നത്തിങ് ബട്ട് ദി സ്റ്റാറ്റിക് VI ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഗ്രാഫിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്.
So this is static VI characteristics. ഇതില് കുറെ ടേംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. VBR റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്, VBO ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്, അതുപോലെ തന്നെ റിവേഴ്സ് ലീക്കേജ് കറണ്ടും ഫോർവേഡ് ലീക്കേജ് കറണ്ടും ഉണ്ട്. അതുപോലെ തന്നെ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷന്റെ ഗ്രാഫ്സ് ആണ്. ഇത് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡാണ് ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത്. അതുപോലെ തന്നെ ഇതാണ് ഫോർവേഡ് ബ്ലോക്കിംഗ്. ഫോർവേഡ് ബ്ലോക്കിംഗ് ഏതാണ്? ഇതാ ഈ ഗ്രാഫാണ് ഫോർവേഡ് ബ്ലോക്കിംഗ്. അതുപോലെ തന്നെ ഫോർവേഡ് കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ഗ്രാഫാണ്? ദാ ഈ കറണ്ട് ഇൻക്രീസ് ചെയ്ത് വരുന്ന ഈ ഗ്രാഫാണ് ഫോർവേഡ് കണ്ടക്ഷൻ. ഓക്കെ, ഇനി ഇതിൽ 2 ടേംസ് ഉണ്ട്, ലാച്ചിങ് കറണ്ട് ആൻഡ് ഹോൾഡിംഗ് കറണ്ട്. അതെന്താണെന്ന് നോക്കാം. ഹോൾഡിംഗ് കറണ്ട് ആണ് ലെസർ. ലാച്ചിങ് കറണ്ട് is the minimum current which anode current must attain to continue to remain in forward conduction mode even when the gate current is removed. ലാച്ചിങ് കറണ്ടിന് മേളിലാണ് നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഗേറ്റ് റിമൂവ് ചെയ്താലും SCR ടേൺ ഓൺ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. ഓക്കെ, ഹോൾഡിംഗ് കറണ്ടിന് ബിലോയിലാണ് നമ്മൾ കറണ്ട് കൊടുക്കുന്നെങ്കിൽ SCR വിൽ നോട്ട് ടേൺ ഓൺ. ഹോൾഡിംഗ് കറണ്ടിന് എബോവും ലാച്ചിങ് കറണ്ടിന് താഴെയുള്ള കറണ്ട് ആണ് SCRലൂടെ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ then the SCR will turn on, but when we remove the gate the SCR will get turned off. അതാണ് ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ ലിസണിങ്.